ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റിനുള്ള ഒരു ഉപാധി മാത്രമാണ്. ചിലർ അവരുടെ ഒറ്റപ്പെടലിൽ നിന്ന് ഒരു മാറ്റം കിട്ടാനായി അവർ ചിലപ്പം വാട്സാപ്പ് ഉപയോഗിക്കും, ഫേസ്ബുക്ക് ഉപയോഗിക്കും, ചിലർ ഇൻസ്റ്റ ഉപയോഗിക്കും, ചിലർ യൂട്യൂബ് ഉപയോഗിക്കും. അങ്ങനെ പലരും പല രീതിയിലാണ് ഈ ഈ അവരുടെ സമയം കളയുന്നത്. ചിലർ വീട്ടിലിങ്ങനെ 24 മണിക്കൂറും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ സമയം പോകാൻ വേണ്ടിയായിരിക്കും അതിലേക്ക് ചെന്ന് നിൽക്കുന്നത്. അതൊക്കെ ഈ ആണുങ്ങളാണെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്തിട്ട് രാത്രി കുറച്ച് സമയം കിട്ടുമ്പോഴായിരിക്കും ഇതൊക്കെ കാണുന്നത്. ഈ ആണുങ്ങൾ മിക്കയല്ല 99% ആണുങ്ങളും ഈ കണ്ടിട്ട് അത് അവരെ മനസ്സിൽ നിന്ന് ആ നിമിഷം അങ്ങ് കളയും. ചിലർ കുത്തിയിരുന്ന് കണ്ടിട്ട് അത് മനഃപ്പാഠമാക്കിയിട്ട് അത് പിറ്റേ ദിവസം ഈ യൂട്യൂബ് ചാനലിലെ ഒരു വ്ളോഗറിൻ്റെ ബന്ധുക്കളുടെ അടുത്ത് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് അത് പറഞ്ഞത് ആ കണ്ടൻറ്റ് പറഞ്ഞത് അവരെ പറ്റിയല്ലേ, ആ വീഡിയോ മറ്റവരെ പറ്റിയല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇനി നാളെ ആരെ പറ്റി, മറ്റന്നാൾ എന്നെ പറ്റിയാണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നും അവരെ ശല്യം ചെയ്യരുത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലാത്ത ഒരു ചാനലാണെങ്കിൽ ആ ചാനലിൽ നിന്ന് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇറങ്ങിപ്പോവുക. അല്ലാതെ ആ ആളിൻ്റെ ബന്ധുക്കളെ ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത്. നിങ്ങളൊരു ജോലിക്കാണ് വരുന്നതെങ്കിൽ ആ ജോലി ചെയ്തിട്ട് മാന്യമായിട്ട് ഇറങ്ങിപ്പോവുക. അല്ലാതെ ജോലി ചെയ്താൽ മതി. അല്ലാതെ ബാക്കിയുള്ളവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലാത്തതും ഒക്കെ നിങ്ങളങ്ങ് ഉപേക്ഷിക്കുക, സ്കിപ്പ് ചെയ്ത് പോവുക. അല്ലാതെ ഈ ആണുങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരം എന്നും ഒരാളെ പിറകെ നടന്ന് നിൻ്റെ ഭാര്യ അങ്ങനെ അത് പറഞ്ഞത് അവരെയല്ലേ ഇവരെ പറഞ്ഞതല്ലേ അങ്ങനെയൊക്കെ പറയുമ്പം എന്നും കേൾക്കുമ്പോൾ ഈ ആണുങ്ങളാണ് അവർക്ക് ദേഷ്യം വരും. ദേഷ്യം വന്ന് എന്തെങ്കിലും വഴക്കായി ബഹളമായി എന്തിന് വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനിടവുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ചാനലിൽ നിന്ന് നിങ്ങൾ ഒഴിവായി പോവുക. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം അനുസരിച്ച് ജീവിക്കട്ടെ. ജോലിക്ക് വന്നാൽ ജോലി ചെയ്യുക. ബാക്കിയുള്ളവരുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ വരരുത്.